ഹായ് ഡിയർ ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്യണം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സാണ്. അത് നന്നായിട്ട് പഠിച്ച് അതിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ BFO നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. ഇന്ന് പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറയുന്നത് കുറച്ച് ആനക്കാര്യങ്ങളാണ്. പ്രോജക്റ്റ് എലിഫൻറ്റ് 1992 ഫെബ്രുവരിയിൽ ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ആ പ്രോജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിക്കുന്നത് 1992 ഫെബ്രുവരിയിലാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ഏകദേശം പകുതിയിലധികം 16ഓളം സംസ്ഥാനങ്ങളിൽ ആനകളെ കണ്ടുവരുന്നുണ്ട്. പ്രോജക്റ്റ് എലിഫൻറ്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്ന മന്ത്രാലയമാണ് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. 2010 ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ പ്രഖ്യാപിച്ചു. കേന്ദ്രം പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിക്കാം. നല്ലൊരു ചോദ്യമാണ്. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ആരാണ്? ശ്രീ ഭൂപേന്ദ്ര യാദവാണ് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രി. പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടത് ഏത് എന്ന് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും. പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ആന സംരക്ഷണത്തിനായിട്ട് ശാസ്ത്രീയവും ആസൂത്രിതവുമായ മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. മറ്റൊരു ലക്ഷ്യമാണ് ആനക്കൊമ്പിൻ്റെ അനധികൃത വ്യാപാരം തടയുക, വേട്ടക്കാരിൽ നിന്നും ആന സംരക്ഷണം ഉറപ്പാക്കുക, ആനകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെയും അവയുടെ ദേശാടന പാതകളുടെയും പാരിസ്ഥിതിക പുനഃസ്ഥാപനം ഉറപ്പാക്കുക, മനുഷ്യരും ആനകളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷം ലഘൂകരിക്കുകയും തടയുകയും ചെയ്യുക, ആന സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശാസ്ത്രീയ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, ഈ വിഷയങ്ങളിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നൊക്കെ പറയുന്നത് പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇനി അടുത്തതൊരു മെമ്മറി കോഡാണ്. ജാക്ക് ആന എന്ന് ഓർക്കുക. ജാക്ക് ആന. ആന സംസ്ഥാന മൃഗമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, കേരളം, അടുത്ത കർണാടക. കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗം ആനയാണ്. ഹാത്തി മേരെ സാത്തി ആനകളുടെ ക്ഷേമത്തിനും ഇന്ത്യയിലെ ആനകളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ് ഹാത്തി മേരെ സാത്തി. 2011 മെയ് 24 ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് എലിഫൻറ്റ് 8 എന്ന് പറയുന്ന ഒരു മന്ത്രിതല യോഗത്തെ തുടർന്നാണ്. എലിഫൻറ്റ് 8 എന്ന് പറയുന്ന ഒരു മന്ത്രിതല യോഗം ഡൽഹിയിൽ കൂടിയതാണ്. 8 രാജ്യങ്ങൾ പങ്കെടുത്തു. കെനിയ, ശ്രീലങ്ക, ബോട്സ്വാന, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ടാൻസാനിയ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് എലിഫൻറ്റ് 8 എന്ന് പറയുന്ന മന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുത്തത്. ഇനി കുറച്ച് പ്രീവിയസ് ആണ് ആനകളെ പറ്റിയുള്ള. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം, നാഷണൽ ഹെറിറ്റേജ് അനിമൽസ് ആനയാണ്. വെള്ളാനകളുടെ നാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. തായ്ലൻഡ്. മനുഷ്യൻ കഴിഞ്ഞാൽ ആയുസ്സിൻ്റെ കാര്യത്തിൽ രണ്ടാമതുള്ള സസ്തനി ആനയാണ്. ഏറ്റവും കൂടുതൽ ആനകളുടെ ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. 1000 ആനകളുടെ നാട് ലാവോസ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി, അസം ഗണപത് പരിഷത്ത് പാർട്ടി, UPയിലെ ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിവരുടെയൊക്കെ ചിഹ്നം ആനയാണ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. മാക്സിമം വലിയ ജീവിയാണ് ആന. കേരളത്തിൽ കൂടാതെ ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജാർഖണ്ഡും കർണാടകയാണ്. ആനകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകയും കേരളത്തിലെ ജില്ല വയനാടുമാണ്. ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം ടാൻസാനിയ. വെള്ളാനകളുടെ നാട് തായ്ലൻഡ്. കാട്ടാനകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് ബെല്ലാലയാണ്. കർണാടകയിലെ ബെല്ലാലയാണ് കാട്ടാനകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത്. ആനകളുടെ കൊമ്പായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ഉളിപ്പല്ലുകളാണ്. ആനകൾക്ക് 4 പല്ലുകളാണുള്ളത്. അതിൽ ഉളിപ്പല്ലുകളാണ് കൊമ്പായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ക്രോമോസോം സംഖ്യ 46 ആണെങ്കിൽ ആനയുടേത് 56ആണ്. മനുഷ്യന് 206 അസ്ഥികൾ, എല്ലുകൾ ഉണ്ടെങ്കിൽ ആനയ്ക്കൊരു 80 എണ്ണം കൂടെ കൂടുതലാണ്. ആനയുടെ അസ്ഥികളുടെ എണ്ണം 286ആണ്. ആനയുടെ ഹൃദയമിടിപ്പ് 25 പെർ മിനിറ്റാണ് ആനയുടെ ഹൃദയമിടിപ്പ്. ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലമുള്ള ജീവിയാണ് ആന. കരയിലെ
ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലമുള്ള ജീവി എന്ന് ചോദിച്ചാൽ അത് ആനയാണ്, 645 ദിവസം. ആനകളുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ മ്യൂസിയം ഗവി മ്യൂസിയം പത്തനംതിട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്, കാപ്പുകാട്, ട്രിവാൻഡ്രം, കോട്ടൂർ. കേരളത്തിൽ പ്രസിദ്ധമായ ആന പരിശീലന കേന്ദ്രമാണ് കോടനാട്, എറണാകുളം ജില്ല. കോന്നി ആനക്കൂട്ടിൽ നിന്ന് പോർച്ചുഗലിന് സമ്മാനമായി നൽകിയ ആനയാണ് സംയുക്ത. ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 32ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ കർണാടകയിലെ മൈസൂറാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ പ്രഖ്യാപിച്ചത് 2010. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രം പറഞ്ഞു, മൈസൂർ, കർണാടക. ആനകൾക്ക് വേണ്ടി അനാഥാലയം തുടങ്ങിയ രാജ്യം ശ്രീലങ്കയാണ്. 4 കാലും ഒരേ ദിശയിൽ മടക്കാൻ കഴിവുള്ളൊരു ജീവിയാണ് ആന. എന്നാൽ ആനയ്ക്ക് സ്വന്തം വലിപ്പം തിരിച്ചറിയാൻ കഴിയില്ല. പിറകോട്ട് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തൊരു ജീവിയാണ് ആന. നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജീവിയാണ് ആന. ചാടാൻ കഴിയാത്ത ഒരു സസ്തനിയാണ് ആന. നഖമുണ്ടെങ്കിലും വിരലില്ല. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി നീലത്തിമിംഗലമാണ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ ജന്തു എന്ന് ചോദിച്ചാൽ അത് ആനയാണ്. എലിഫസ് മാക്സിമസ് ആണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ ജന്തു. ആയ് രാജവംശത്തിൻ്റെ ചിഹ്നം ആനയാണ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം ആനയാണ്. കാൻഷി റാം സ്ഥാപിച്ച ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ആനയാണ്. വേൾഡ് എലിഫൻ്റ് ഡേ, ലോക ഗജദിനം ഓഗസ്റ്റ് 12ആണ്. കേരള ഗജദിനം ഒക്ടോബർ 4. തിരിഞ്ഞു പോകരുത്. ലോക ഗജദിനം ഓഗസ്റ്റ് 12, കേരള ഗജദിനം ഒക്ടോബർ 4. എലിഫൻ്റ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മേഘാലയ. എലിഫൻ്റ ഗുഹകൾ മഹാരാഷ്ട്ര. എലിഫൻ്റ ദ്വീപ് മഹാരാഷ്ട്ര. അപ്പോൾ എലിഫൻ്റ വെള്ളച്ചാട്ടം മേഘാലയ, എലിഫൻ്റ ഗുഹ മഹാരാഷ്ട്ര, എലിഫൻ്റ ദ്വീപ് മഹാരാഷ്ട്ര. എലിഫൻ്റ ഫെസ്റ്റിവൽ നടത്തുന്നത് ജയ്പൂറാണ്, രാജസ്ഥാൻ്റെ ജയ്പൂരിലാണ് എലിഫൻ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കൊമ്പില്ലാത്ത ആണാനകളാണ് മോഴ ആനകൾ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ മോഴ ആനകളുള്ളത് ശ്രീലങ്കയിലാണ്. ഇന്ദ്രൻ്റെ വാഹനമായ വെള്ളാനയാണ് ഐരാവതം എന്നറിയപ്പെടുന്നത്. ആനകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങളാണ്. ആനകളുടെ കൂട്ടം, കളക്റ്റീവ് നൗൺ ഓഫ് എലിഫൻ്റ്, ഹെയർഡ് ഓഫ് എലിഫൻ്റ്, സൗണ്ട് ഓഫ് എലിഫൻ്റ് ട്രംപറ്റ്, ബേബി ഓഫ് എലിഫൻ്റ് കാഫ്. ഇപ്പോൾ ഹെയർഡ് ഓഫ് എലിഫൻ്റ്, സൗണ്ട് ട്രംപറ്റ്. അതുപോലെ കുറച്ച് ചൊല്ലുകളുണ്ട്. ആനവാഴിലമ്പഴങ്ങ, ചെറിയ നേട്ടത്തെ ആണ് ആനവായിലമ്പഴങ്ങ. അജഗജാന്തരം, വലിയ വ്യത്യാസം. ആനച്ചന്തം, ആകപ്പാടെയുള്ളൊരഴക്. ആനമുട്ട, ഇല്ലാത്തൊരു വസ്തുവാണ് ആനമുട്ട. ഗജനീമീലനം, കണ്ടാലും കണ്ടില്ലെന്ന നാട്യം, അതാണ് ഗജനീമീലനം. ആനയുടെ പര്യായങ്ങളാണ് ഗജം, കരി, കളഭം, ഈഫം, കുഞ്ചരൻ, ദന്തി. ഇതൊക്കെ ആനയുടെ പര്യായങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണമെന്ന് സ്ഥിരം ചോദിക്കുന്നതാണ്. ആനച്ചന്തം, ആനപ്പിണ്ടം, തുമ്പിക്കൈ. ഇതൊക്കെ ദ്വിത്വസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ആഗമസന്ധിക്ക് ഉദാഹരണമാണ് പിടിയാന. പിടിയാന ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ആഗമസന്ധിക്ക് ഉദാഹരണമാണ് പിടിയാന. ആനകളുടെ ചികിത്സാ രീതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഇത് പാലകാപ്യ മുനി എഴുതിയ ഹസ്തായുർവേദം എന്ന് പറയുന്ന പുസ്തകമാണ്. ആനകളെപ്പറ്റി പരാമർശമുള്ള ആദ്യത്തെ കൃതിയാണ് മാതംഗലീല. കൂടുതൽ അറിവുകൾക്കായി ദയവേത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി കാണാം.